പക്ഷേ നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരുടെയും റിസൾട്ടൊക്കെ അറിഞ്ഞു. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികൾ ജയിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിത് കുറച്ച് റാഗി കുരുക് അതിനെ എടുത്ത് പൊടിച്ചതിന് ശേഷം കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുത്ത്. അപ്പോൾ ഇത് ഫ്ലഫി ആയിട്ടിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഉദ്യമം എന്ന് വെച്ചാൽ ഇത് വെച്ച് ഹലുവ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഐ ഡോണ്ട് നോ, ബട്ട് ഐ ആം ട്രൈയിങ്. അപ്പോൾ ഞാൻ ഇതിനെ സ്റ്റിർ ചെയ്തിരിക്കുകയാണ്. ഈ സ്പൂണിന് ഒരു 2-3 സ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് ഘീ ആഡ് ചെയ്തിട്ട് ഇത് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് എങ്ങനെ ഇരിക്കും? മറ്റേ നമ്മളെ മൈദയും വീറ്റും ഒക്കെ വെച്ചിട്ട് ഹൽവ ഉണ്ടാക്കുമ്പോൾ ഒരു ടൈറ്റായിട്ടിരിക്കും. അതിൻ്റെ കൺസിസ്റ്റൻസി തണുത്ത് വരുമ്പോൾ ടൈറ്റായിരിക്കും. ഇതും അങ്ങനെ ആകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഗൈസ് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തില്ല എനിക്കൊരു സമാധാനം വരത്തില്ല ഗൈസ്. ഇച്ചിരി വെളിച്ചെണ്ണ ഇരിക്കട്ടെ. നെയ്യ് മാത്രമല്ല, ഇതിൽ നട്ട്സോ ഗ്രേപ്സോ ഡേറ്റ്സോ ഒന്നും ഇട്ടിട്ടില്ല ഗൈസ്. ഓൺലി റാഗി ഘീ, അല്പം വെളിച്ചെണ്ണ, അല്പം ഉപ്പ് നീരാണ് ഒഴിച്ചത്. ഇത് അരച്ചില്ലായിരുന്നു, പൊടിച്ചിട്ട് അരയ്ക്കണം. കാരണം വറുത്ത റാഗിയായിരുന്നു, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചപ്പോൾ വറുത്തതായിരുന്നു. അതുകൊണ്ട് അതിനെ ഞാൻ പൊടിച്ചു. ആഫ്റ്റർ കുറച്ച് വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ട് ആട്ടിയെടുത്തു. ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചതാണ് കേട്ടോ. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് ഫുള്ള് ലോ ഫ്ലെയിമിലായിരുന്നു. ഒരു 5 മിനിറ്റ്സ് മാത്രം. ഇത് കുറേ തിക്ക് കൺസിസ്റ്റൻസി ആയപ്പോൾ ഞാൻ ഇച്ചിരി ഫ്ലെയിം മീഡിയത്തിലോട്ടാക്കിയായിരുന്നു. ആഫ്റ്റർ ഞാൻ വീണ്ടും ലോ ഫ്ലെയിമിലാക്കി. ബാക്കി നമുക്ക് കാണാം ഗൈസ്. ഒന്ന് പ്രാർത്ഥിക്കണേ. അറിയണമെങ്കിൽ ഇത് നല്ല രീതിയിൽ ഇതിൻ്റെ നമ്മൾ ആഡ് ചെയ്ത് ഓയിലോ കോക്കനട്ട് ഓയിൽ, ഹൽവയ്ക്ക് ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിൽ, അതാണ് ഏറ്റവും നല്ലത്. കോക്കനട്ട് ഓയിലോ ഘീയോ അതൊക്കെ ഇങ്ങനെ പുറത്ത് വരും. അപ്പോഴാണിത് കുക്കായി അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയി എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ഇതിൽ ആ റാഗിയുടെ മണം തന്നെ വരാൻ, ആ നെയ്യുടെ മണം തന്നെ വരാൻ ഞാൻ ഏലക്ക ചേർത്തിട്ടില്ല. മധുരത്തിന് വേണ്ടി അത് ഞാൻ പറഞ്ഞില്ലല്ലോ, പാൻ ക്യാൻഡി ഉണ്ടല്ലോ, അതാണ് ചേർത്തത്. നല്ല മധുരമായിരിക്കും അപ്പോഴേ. അപ്പോൾ തികച്ചും നാച്ചുറലാന്ന് പറയാം. പാൻ ക്യാൻഡി അതാണ് ചേർത്തത്. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ഇരുന്നു. എൻ്റെ നാട്ടിൽ സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടാണ് ജയിച്ച് സ്ഥാനാർത്ഥിയായത്. അപ്പോൾ പഞ്ചായത്ത് ഇത് പിന്നെ ഇപ്പം താമസിക്കുന്ന എൻ്റെ വാർഡിൽ എൻ്റെ ഫ്രണ്ടും എൻ്റെ കുടുംബ വാർഡിൽ ഞങ്ങളടുത്തുള്ളൊരു ചേച്ചിയാണ്. അത് മുമ്പും വാർഡ് മെമ്പറായിട്ടുണ്ട്. വനിതാ വാർഡായിരുന്നത്. ഇത് അല്ലാതുള്ള വാർഡായിരുന്നു. ഓക്കെ, ഇതിങ്ങനെ പൊട്ടി തെറിക്കുന്നുണ്ട് ഗൈസ്. അതിൽ കഷ്ടപ്പെടാതെ അലുവ ആവത്തില്ല ഗൈസ്. ഇത് മരത്തവി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അത് എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഇത് പൊട്ടും ഗൈസ്. ഇത് പിടിക്കും ചിലപ്പം, മേബി, അറിയത്തില്ല, പിടിക്കും. ഇതിലെ മറ്റ് നമ്മളെല്ലാം മൈദയും വീറ്റും പോലൊന്നും അല്ല ഗൈസ് എന്ന് തോന്നുന്നു. കുറച്ച് തിക്കായിട്ട് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ വീണ്ടും കാണാം ഗൈസ്. ഇത് ഇനി വെക്കാൻ പാടില്ല ഗൈസ്. ഇത് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി എത്തിയിട്ടുണ്ട്. നമ്മൾ മറ്റുള്ള ഹൽവ വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന പോലെയല്ല ഗൈസ്. ഇത് ഞാനിത് കോരിയെടുത്ത് ഗൈസ്. ഇച്ചിരി ഫ്ലഫി ആയിട്ടിരിക്കും. ഇത് ഞാൻ ആവുമെന്ന് അറിയത്തില്ല. മേ ബി ചിലപ്പം കിണ്ണത്തപ്പം പോലെയൊക്കെ ഇരിക്കുമായിരിക്കും ഗൈസ്. എനിവേ നമുക്കത് സ്റ്റോപ്പ് ചെയ്ത്
സ്റ്റോപ്പ് ചെയ്തിട്ടേ കോരി വെക്കാം ഗൈസ്. ഇതൊരു കുറച്ചേ ഉള്ളൂ, ഒരുപാട് നെയ്യും വെളിച്ചെണ്ണയും ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. കണ്ടോ, സെറ്റാവുമായിരിക്കും. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, ഈ സംഭവം. എന്തുവാ, റാഗി വെച്ചിട്ടുള്ള ഹൽവ. മറ്റേത് ഞാൻ എല്ലാം ഒരുവിധമുള്ള മാവൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അരിപ്പൊടി, മൈദ, കോൺഫ്ലോർ ഇതൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഇത് ഇന്ന് രാവിലെ അങ്ങ് തോന്നിയതാണ് എനിക്ക്. അപ്പോഴേ ഞാനിതെല്ലാം ഒന്ന് പഠിച്ചിട്ടിട്ട് കാണിക്കാം, അതാ നല്ലതല്ലേ, വീഡിയോയുടെ ലെങ്ത് കൂടും ഗൈസ്. ഇതിനെ ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇതുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഫ്ലഫി പോലെ ഇരിക്കുന്നു, ഫ്ലഫി. അത് ഇനി സെറ്റായി വരുമ്പോൾ മേ ബി അത് കിണ്ണത്തപ്പം പോലെ ഇരിക്കും. ആടി അവിടെ മുണ്ടടിക്കുന്നു ഗൈസ്, അതുകൊണ്ടാണ്. ഒരു ചെറിയ ബൗളിലോട്ട് അങ്ങ് തിക്കി വെക്കും. ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. എന്താ നമുക്ക് പിന്നെ ഹൽവയാവും ഗൈസ്. ഇത് വെട്ടിയെടുക്കാനൊക്കെ പറ്റും. ഓക്കെ, നമുക്കത് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ആൻഡ് സീ ഗൈസ്. ഇത് കുറേ ടൈം ആയിട്ടുണ്ട് ഗൈസ്. ഇതിന് നമുക്ക് പാട്ടും പാടി ഇറക്കാം ഗൈസ്. ഗൈസ് ചൂടോടെ തന്നെ കുറേ ചൂടാറിയപ്പോഴേ ഇതിനെ മുറിച്ചെടുത്ത് ഡാഡിക്ക് കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് ഗൈസ്. തണുക്കുമ്പോൾ ഇത് സൂപ്പറായിട്ട് സെറ്റാവും ഗൈസ്, ഉറപ്പാണ്. ഡാഡി പറഞ്ഞത് തണുക്കാൻ. അപ്പോൾ ഈ ഇടത്തരം തണുക്കട്ടെന്ന് പറഞ്ഞു. ഇടത്തരം തണുപ്പാകുമ്പോൾ മുറിച്ചതാണ് ഗൈസ്. കൂടാതെ ഈ വീഡിയോ ഇങ്ങനെ വെച്ചോണ്ടിരുന്നാലേ എന്നെ വിളിക്കുന്ന ഒരു കോൾസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. അത് വീഡിയോ സ്റ്റോപ്പായി പോകും. അപ്പോഴേ ഞാനിതിനെ മറിച്ചിട്ടിട്ട് കാണിക്കാം. തണുക്കുമ്പോൾ കഴിക്കും. അതിന് മുമ്പായിട്ട് ഒരു പീസ് നമ്മൾ ഗൈസ്, നല്ല ചൂടുണ്ട് ഗൈസ്. അപ്പം ഞാനിത് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇതിനകത്തങ്ങ് ഒരു കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ഫ്ലഫി ഇത് ആളുകൾ പറയും ഇതിൻ്റെ പേര് എന്നാ പറയുമെന്ന്. ചിലപ്പോൾ അവർ പറയും ഇത് ജുല്ലി ഏതാണ്ടുണ്ടല്ലോ, എന്തോ പുഡിങ് എന്നൊക്കെ പറയും. പക്ഷെ ഇത് പുഡിങ്ങൊന്നും അല്ല കേട്ടോ, ഇത് നമ്മുടെ ഹൽവയാണ്, ഹൽവ. അത് ഫ്ലഫി ആയിട്ടിരിക്കും. തണുക്കണം ഗൈസ് ഇത്, അല്ലാതെ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. വേനൽ കീടാവിൻ്റെ ചെപ്പിൽ വീണു മയങ്ങുമെൻ മുത്തേ നിന്നെ. അതെ, നേരത്തെ ഞാൻ കിണ്ടം മറിച്ച് ഇത് അറുത്ത് മാറ്റിയിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. അല്ലാതെ ഇത് ഇളകുന്നതല്ല. ഇവിടെ കാണുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പം ഞാൻ പാട്ട് പാടിയതേ ഈ കുഞ്ഞു പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്കിത് നമ്മളിപ്പം നെയ്യും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്തില്ലേ ഗൈസ് ഉണ്ടാക്കിയത്. സെറ്റ് സാധനം കേട്ടോ, അടിപൊളി. തിന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ബെസ്റ്റാണ് ഗൈസ്. വലിയവർക്കും കൊതിയന്മാർക്കും കൊതിച്ചുകൾക്കും എല്ലാം സെറ്റ് സാധനം. നല്ല ചൂടല്ലോ. ഇത് ഞാൻ ഇളക്കി മുറിച്ച് വെച്ചേക്കുവാണ് ഗൈസ്. അയ്യോ, നാവിലിട്ടാൽ അലിഞ്ഞു പോകുമെന്നൊക്കെ പറയുന്ന കണക്ക്. എന്നാ ടേസ്റ്റാ ഗൈസ്. എന്ന് തിന്നെ അടങ്ങും. അപ്പോൾ ഗൈസ് ബൈ. ഓക്കെ, എല്ലാവർക്കും 1000 സൗഖ്യം നേരുന്നു.